കൊച്ചിയിലെ വൻ ലഹരി വേട്ടയിൽ അന്വേഷണം എക്സൈസ് ക്രൈംബ്രാഞ്ചിലേക്ക്. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ലഹരി ഇടപാടുകളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനോ എക്സൈസ് ക്രൈംബ്രാഞ്ചിനോ അന്വേഷണം കൈമാറും. രാസലഹരി കേസിൽ അറസ്റ്റിലായ വരുൺ ദേവിൻ്റെ കൂട്ടാളികളിലേക്കും അന്വേഷണം നീളുകയാണ്. വിവരങ്ങളുമായി നിഷ ദിലീപ് തന്നെ ചേരുകയാണ്. നിഷ, ഈ കൊച്ചിയിലെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് വളരെ തീവ്രമായി തന്നെ മുന്നോട്ട് പോകാൻ ആണല്ലോ നീക്കം. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അശ്വതി, കൊച്ചിയിൽ പിടികൂടുന്ന പല ഈ ലഹരിമരുന്ന് കേസുകളിലും അന്തർ സംസ്ഥാന ബന്ധങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ അന്വേഷണം എക്സൈസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. പല കേസുകളിലും അതുണ്ടായിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി പ്രൊഫഷണൽസുകൾ അടക്കം ഉൾപ്പെടുന്ന കേസുകളുണ്ട്. ഇതിൽ തന്നെ പല രീതിയിൽ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ എക്സൈസ് കണ്ടെത്തുന്നുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം എക്സൈസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഒരു വലിയ ലഹരിവേട്ട കൊച്ചിയിൽ നടന്നിരുന്നു. 281 ഗ്രാം MDMA-യുമായാണ് 4 പേർ പിടിയിലായത്. ഈ കേസിൽ ഈ പ്രതികളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും ഈ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ കൂടി കണ്ടെത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നത്. മുമ്പും ഇത്തരത്തിൽ ലഹരി പിടികൂടിയ വൻ ലഹരി ഇടപാടുകൾ നടത്തിയതിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. ഡൽഹിയിൽ നിന്ന് പിടികൂടിയ MDMA ബംഗളൂരിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെയാണ് കൊണ്ടുവന്നതെന്നും എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു. 22.98 ഗ്രാം ഹാഷിഷ് ഓയിലും ബംഗളൂരിൽ നിന്ന് കൊണ്ടുവന്ന രീതിയിൽ പിടികൂടിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധി സിന്തറ്റിക് ലഹരി വേട്ടകളാണ് എക്സൈസും പോലീസും സംയുക്തമായി നടത്തിയിട്ടുള്ളത്. പ്രൊഫഷണൽസുകൾ അടക്കം ഈ കേസിൽ പിടിയിലായിരുന്നു. നമുക്കറിയാം, യുവതി അടക്കമുള്ള ആളുകൾ ഈ ക്രൂയിസ് പാർട്ടികളിലടക്കം കൊച്ചിയിൽ പിടിയിലായിട്ടുണ്ട്. എന്തായാലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓണം പോലെയുള്ള ആഘോഷ അവസരങ്ങളിലൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ലഹരി കൊച്ചിയിലേക്ക് അടക്കം ഒഴുകുകയാണ്. ഇത്തരത്തിൽ ഈ ലഹരി വിൽപ്പനകളിൽ സ്ത്രീകളും ഒപ്പം തന്നെ ഈ ഡോക്ടർമാരും അടക്കമുള്ള ആളുകൾ പിടിയിലാകുന്നുമുണ്ട്. എന്തായാലും ഇതിൻ്റെ കണ്ണികളെയൊക്കെ കണ്ടെത്താനായി ഈ പല രീതിയിൽ ഈ പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. ഇതിൻ്റെ ഈ പല രീതിയിലും ഈ റാക്കറ്റുകളാണ് ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് എത്തിക്കുന്നതെന്നുള്ള കാര്യത്തിലും എക്സൈസ് അന്വേഷണ സംഘം വ്യക്തത വരുത്തിയിരുന്നു. എന്തായാലും ഈ ആഘോഷ അവസരങ്ങളിൽ ബംഗളൂരുവിൽ നിന്നടക്കം ലഹരി എത്തിക്കുന്നുണ്ട്, ഇപ്പോഴും എത്തുന്നുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ ഫ്ളാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എക്സൈസ് റെയ്ഡ് നടത്തുകയും ഒപ്പം തന്നെ കഴിഞ്ഞ ഈ ശനിയാഴ്ച ഒരു വലിയ ലഹരി സംഘത്തെ പിടികൂടുകയും ചെയ്തത്. എന്തായാലും 4 പേരാണ് കഴിഞ്ഞ ശനിയാഴ്ച ലഹരിമരുന്നുമായി പിടിയിലായിരിക്കുന്നത്, രാസലഹരിയുമായി പിടിയിലായിരിക്കുന്നത്. ഇവരെ വിശദമായി തന്നെ എക്സൈസ് ചോദ്യം ചെയ്യുകയാണ്. അശ്വതി, വിനോദ്. അതെ, ലഹരി കേസുകളിൽ അന്വേഷണം കൂടുതൽ തീവ്രമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കൊച്ചി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഈ ലഹരി മാഫിയകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കൊച്ചി. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അന്വേഷണമാണ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങൾ നിഷാ ദിലീപ് പങ്കുവച്ചത്.